ശാസ്ത്രം പറഞ്ഞവരാണ്. അതവിടെ നിൽക്കട്ടെ. ഈ ശാസ്ത്രം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഒരുപോലെയല്ല ആ ഘടന വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ജീവിത ബന്ധങ്ങളിലേക്ക് നോക്കൂ. ഒരു ആണിന് ഫിസിക്കലി ശക്തിയുണ്ട്, ഒരു പെണ്ണിന് ഫിസിക്കലി ശക്തിയില്ല. ഒരു ആണിനേക്കാളും മെന്റൽ ശക്തി ഒരു പെണ്ണിനുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ഇവിടെ സമമായിട്ടല്ല വെച്ചിരിക്കുന്നത്. ഒരാൾ ഫിസിക്കലി സ്ട്രോങ് ആണെങ്കിൽ മറ്റൊരാൾ ഫിസിക്കലി വീക്കാണ്. ഒരാൾ മെന്റലി സ്ട്രോങ് ആണെങ്കിൽ വേറൊരാൾ മെന്റലി വീക്കാണ്. അപ്പൊ ഇങ്ങനെയാവുന്ന സമയത്ത് നാം സമമായ സഹകരണം, സമമായ സ്നേഹം, സമമായ പരിചരണം ഇത് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് കിട്ടുമോ? ഇവിടെയാണ് പലപ്പോഴും നമ്മുടെ കണക്ക് തെറ്റുന്നത്. അപ്പം അതുകൊണ്ട് എന്ത് വേണം? എക്സ്പെക്റ്റ് ചെയ്യാനല്ല നമ്മൾ വന്നിരിക്കുന്നത്. എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെ ഇവിടെ കിട്ടാൻ പോകുന്നില്ല. കാരണം നിങ്ങൾക്കുള്ളത് മറ്റൊരാളിൽ ഇല്ല, മറ്റൊരാളിൽ ഉള്ളത് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഇത് മനസ്സിലാക്കാതെ മനുഷ്യൻ ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ഫിസിക്സിന്റെ തലത്തിൽ, കെമിസ്ട്രിയുടെ തലത്തിലൊക്കെ, അതായത് ഹൈഡ്രജൻ ഓക്സിജനിൽ നിന്നും പ്രതീക്ഷിക്കുകയാണ്. സ്നേഹം പ്രതീക്ഷിച്ചാൽ ഓക്സിജൻ പറയും നീ എത്ര സ്ട്രോങ് ആണെന്ന്, നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഓക്സിജൻ ഹൈഡ്രജന്റെ അടുത്തുനിന്ന് നല്ലൊരു സ്വഭാവം പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഹൈഡ്രജന് കൊടുക്കാൻ പറ്റില്ല. ഹൈഡ്രജന്റെ സ്വഭാവം എന്ന് പറയുന്നത് വളരെ ലഘുത്വമാണ്. ഓക്സിജന്റെ സ്വഭാവം വ്യത്യസ്തമാണ് കെമിസ്ട്രിയിൽ. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ മറ്റൊരാളിൽ നിന്ന് പ്രതീക്ഷിച്ചത് കൊണ്ട് അവർക്ക് വേണ്ടത് മറ്റൊരാളിൽ നിന്ന് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ രണ്ട് തത്വങ്ങൾ ജീവിതത്തിൽ പഠിച്ചിരിക്കണം. ഒന്ന്, നമ്മളെപ്പോലെ വേറൊരു മനസ്സ് ഇല്ല. അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് സ്നേഹവും പരിചരണവും സുരക്ഷിതത്വവും എല്ലാം പ്രതീക്ഷിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഫൂളിഷ്നെസ്. അത് നമ്മൾ ജീവിതത്തിൽ തെറ്റായി കൊണ്ടു നടക്കുമ്പോഴല്ലോ ദുഃഖിക്കാൻ നിങ്ങൾക്ക് വേറെ എവിടെയും പോവേണ്ടതില്ല. മനസ്സിലാവുണ്ടല്ലോ നിങ്ങൾക്ക്? അപ്പൊ അതുകൊണ്ട് എന്ത് മനസ്സിലാക്കണം? നാം പ്രതീക്ഷിക്കാനല്ല വന്ന്, പ്രതീക്ഷിച്ചാൽ പ്രതീക്ഷിച്ചത് കിട്ടിയിട്ടില്ലെങ്കിൽ ദുഃഖം വരും. നിങ്ങളിലില്ലാത്ത കഴിവ് മറ്റൊരാളിൽ കണ്ടാൽ നിങ്ങൾക്ക് അസൂയ വരും. നിങ്ങൾക്ക് നാളത്തെ ജീവിതത്തെ ഓർത്ത് ഭയം വരും. ആരാ ഉണ്ടാക്കുന്നത് പ്രശ്നങ്ങളൊക്കെ? മറ്റുള്ളവരാണോ? അല്ല. നാം ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. ഇനി ഭാരതീയ സംസ്കാരത്തിലേക്ക് കടക്കാം. ഭഗവാൻ പറയുന്നു, ഓരോ മനസ്സുകളും വ്യത്യസ്തമാണ്. ഓരോ മനസ്സിൻ്റെയും കഴിവും അറിവും വ്യത്യസ്തമാണ്. വളരെ ശ്രദ്ധിക്കണേ. ഈ പലരും നമ്മുടെ ഹിന്ദു മതത്തിനെ കുറിച്ച് ഈ ചോദ്യം ചോദിക്കാറുണ്ട്. ഞാൻ മലേഷ്യയിൽ പോയ സമയത്ത് എന്നോടൊരു ക്രിസ്ത്യൻ അമ്മ ചോദിക്കുകയായിരുന്നു, വൈ ദർ ആർ ലോട്ട് ഓഫ് ഗോഡ്സ് ഇൻ ഹിന്ദുയിസം? എന്തിനാണ് ഹിന്ദുക്കൾക്ക് ഇത്രയധികം ദേവതമാരും ദേവന്മാരും? അപ്പം ഞാൻ അവരോട് പറയായിരുന്നു, നമ്മുടെ ഋഷീശ്വരന്മാരുടെ മഹത്വമാണ് ഇത്രയും ദേവന്മാരും ദേവതകളും. അതെന്തിനാണ് ഇത്രയും ദേവന്മാരും ദേവതകളും? ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടെത്തിയിരുന്നു, ഓരോ മനസ്സും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഓരോ മനസ്സിൻ്റെയും സ്വഭാവത്തിനും സംസ്കാരത്തിനും അനുസരിച്ച് അവർക്ക് ആത്മീയ ഉന്നതിക്ക് വേണ്ടി അവർക്ക് അവരുടേതായൊരു രൂപത്തെ തെരഞ്ഞെടുത്തു പോകാനുള്ള സ്വാതന്ത്ര്യം അവർ തന്നിട്ടുണ്ട്. അതായത് അവർ കണ്ടെത്തിയ മാർഗം അത് ശരിയാണെന്നും അതിലൂടെ പോവാൻ പാടുള്ളൂ എന്നൊന്നും നമ്മളെ അടിച്ചേൽപ്പിക്കാതെ നമുക്ക് നമ്മുടേതായൊരു മാർഗം തിരഞ്ഞെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം അവർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹിന്ദു ഗോഡ്സ് ആർ ടാക്സീസ് എന്ന് പറഞ്ഞു. ഒരു ടാക്സി സ്റ്റാൻഡിൽ പോയാൽ ഒരുപാട് ടാക്സി നിങ്ങൾ കാണില്ലേ? ദേ ആർ ടാക്സീസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ ടാക്സി ഇടാം, അല്ലെങ്കിൽ ഉള്ള ഏതെങ്കിലും ടാക്സി എടുത്ത് നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താം. ദേ ആർ നോട്ട് വറീഡ് അബൌട്ട് ദി ടാക്സി വിച്ച് യു ടേക്ക്. ഏത് ദൈവത്തിനെ നിങ്ങൾ പിടിക്കണോ എന്ന് അവർ കൺസേൺഡ് ആയിരുന്നില്ല. അവർ കൂടുതൽ ശ്രദ്ധിച്ചത് ഈ ടാക്സി എടുത്ത് നിങ്ങൾ എത്തേണ്ടടുത്ത് എത്തുമോ എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞങ്ങളുടെ റിലീജിയനിൽ ഇത്രയും ദൈവങ്ങൾ വന്നത് ഞങ്ങളെ സംബന്ധിച്ച അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം അവർ ഞങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കിയിരിക്കണു, ഞങ്ങളെ ഒന്നും അടിച്ചേൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് എന്തുണ്ടായി? ഹിന്ദുക്കൾ ഒരു ടാക്സി എടുക്കാതെ പോയി. എന്നാലല്ലേ അപകടമുള്ളൂ. ഇതാണ് നമുക്കുണ്ടായത്. അവർക്ക് അത് ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് അവർ ആ വഴിയിലൂടെ പോകാൻ തയ്യാറായി. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായത് എല്ലാവർക്കും ഒരു വഴിക്ക് പോകാൻ സാധ്യമല്ല. അത് നിൽക്കട്ടെ, നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ചില കാര്യത്തിൽ അവർക്ക് പെർഫെക്ഷൻ ഉണ്ട് നമ്മളെക്കാളും.
അപ്പോൾ ഈ ചോദ്യം നമ്മൾ ഉത്തരം കണ്ടെത്തിക്കൊള്ളണം. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്? ഞാൻ വന്നിരിക്കുന്നത് പ്രതീക്ഷകൾ വെച്ച് ജീവിക്കാനല്ല. പ്രതീക്ഷകൾ വെച്ച് ജീവിച്ചത് കൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചത് മറ്റൊരാൾക്ക് തരാൻ സാധ്യമല്ല. പിന്നെന്തിനാ ഞാൻ വന്നിരിക്കുന്നത്? ഉള്ള കഴിവുകളെയെല്ലാം പ്രകടിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. ഐ കെയിം ഹിയർ ടു എക്സ്പ്രസ്, നോട്ട് ടു എക്സ്പെക്റ്റ്. ഇതൊക്കെ നല്ലവണ്ണം മനസ്സിൽ ഉറപ്പിച്ചു കൊള്ളണം നിങ്ങൾ. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ. ഇതിനാണ് ഗീത പഠിക്കുന്നത്. അപ്പം ഇങ്ങനെ ഭഗവാൻ ഒരേപോലെയല്ല മനസ്സുകൾ എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ എങ്ങനെയാണ് നിൽക്കുന്നത്? ഒന്ന് ശക്തിയുള്ള മനസ്സാണെങ്കിൽ ഒന്ന് ശക്തി കുറഞ്ഞ മനസ്സാണ്. അപ്പം ഇവിടെ രണ്ട് മനസ്സുകൾക്കും ഒരിക്കലും ഒന്നാവാൻ സാധ്യമല്ല. ഒരിക്കലും ഒന്നാവാൻ സാധ്യമല്ല. പിന്നെ എന്ത് സാധിക്കും? രണ്ട് മനസ്സുകൾക്കും കൂടിച്ചേർന്നുകൊണ്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയും. രണ്ട് മനസ്സുകൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ വി കെയിം ഹിയർ, നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാനല്ല, ഒരു അസോസിയേഷൻ ഉണ്ടാക്കാനാണ്. അത്രയേ ഉള്ളൂ. വി ഹാവ് ഓൺലി അസോസിയേഷൻ. ദ പെർമിഷൻ ഹാസ് ഗിവൻ ഓൺലി ഫോർ അസോസിയേഷൻ. ഇപ്പം നമ്മൾ ഈ ഹാളിൽ ഇരിക്കുന്നു, വി കനോട്ട് അറ്റാച്ച് വിത്ത് ദിസ് പ്ലേസ്. പക്ഷെ നമുക്കൊരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ 3 ദിവസം ഒരേ സീറ്റിലാണ് ഇരുന്നതെങ്കിൽ 4ാമത്തെ ദിവസം ആ സീറ്റിൽ വല്ലവരും ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സിലാകെ കബഡി 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 നടക്കില്ലേ? എൻ്റെ സീറ്റിലിരിക്കണോ ജന്തു, ഗീത കേൾക്കാൻ വന്ന അടുത്ത് എന്ത് ഗീതാ സംസ്കാരമുണ്ട് ഇവർക്ക്? എത്ര കാലം ഗീത കേട്ടാണ്? സ്വാമി ചിന്മയാനന്ദ ഉള്ള കാലം മുതൽക്ക് കേൾക്കാൻ തുടങ്ങിയതാണ്. എന്നിട്ടുണ്ടോ മാറ്റം? ആർക്കാ കുഴപ്പമുണ്ടായത്? ഒരു നമ്മുടെ മനസ്സിൻ്റെ പ്രത്യേകത. എത്ര ദിവസം ഉണ്ടാവും? 7 ദിവസം കഴിഞ്ഞാൽ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം. പക്ഷേ 7 ദിവസത്തേക്ക് നമുക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കാൻ പറ്റും ഇല്ലേ? നമ്മൾ എത്ര വിഡ്ഢികളായിട്ടാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നതെന്നറിയോ? നമ്മൾ വന്നിരിക്കുന്നത് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഒരു തുള്ളി വെള്ളത്തിൽ 2 ഹൈഡ്രജൻ മോളിക്കൂളും 1 ഓക്സിജൻ തന്മാത്രയും ഉണ്ടെങ്കിൽ അതേ വെള്ളത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനെയും ഓക്സിജനെയും വീണ്ടും നമുക്ക് വേർതിരിക്കാൻ സാധിക്കും. ഉണ്ടോ ഇല്ലയോ? അപ്പോൾ അവർക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അതിനെ നിങ്ങൾ അസോസിയേഷൻ എന്ന് വിളിക്കുമോ, അറ്റാച്ച്മെൻ്റ് എന്ന് വിളിക്കുമോ? ദാറ്റ്സ് ഓൺലി എൻ അസോസിയേഷൻ. ഇനി നമ്മുടെ ശരീരത്തിലേക്ക് നോക്കൂ. വായുവും ഈ ബോഡിയും തമ്മിൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടോ? അതിനൊരു അസോസിയേഷനേ ഉള്ളൂ. ഈ മനസ്സും ശരീരവും തമ്മിൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടോ? ഒരു അസോസിയേഷനേ ഉള്ളൂ അല്ലേ? എപ്പോൾ വേണമെങ്കിലും മനസ്സിന് ഈ ശരീരം വിട്ടുപോകാൻ സാധിക്കും. ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ശരീരത്തിന് ഒരിക്കലും മാറാൻ സാധ്യമല്ല. അസോസിയേഷൻ മാത്രമുള്ളത് കൊണ്ടാണ് ഇതിന് മാറാൻ സാധിക്കുന്നത്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയാതെ അനാവശ്യമായ അറ്റാച്ച്മെൻറ്റുകൾ ഉണ്ടാക്കി ജീവിതം ദുരന്തത്തിലേക്ക് വീഴ്ത്തുന്നു നമ്മൾ. മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാവുണ്ടോ? പന്നത്തിൽ നിന്ന് ഈ ശരീരമുണ്ടായി. ഇതെല്ലാം പറയുന്ന സമയത്ത് ഇവിടെ ഒന്നൊന്നിനോട് അറ്റാച്ച്ഡ് ഇല്ല, എല്ലാം അസോസിയേറ്റഡ് ആണ്. എന്നാൽ എന്തോ അറിയില്ല, നമുക്കിപ്പോൾ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. ആദ്യം എവിടെ പോവുകയാണെങ്കിലും, ബാലിയിലേക്ക് പോവുകയാണെങ്കിലും ആദ്യം ചോദിക്കുക, അറ്റാച്ച്ഡ് ഹോട്ടൽ കിട്ടുമോ സ്വാമി എന്ന്. ഈ അറ്റാച്ച്ഡ് ആണ് നമ്മൾ. ഇതെന്താ നമ്മൾ അറ്റാച്ച്ഡും കൊണ്ട് നടക്കാൻ പോവുകയാണോ? ആദ്യം അതാണ് നമുക്കറിയേണ്ടത്, അറ്റാച്ച്ഡ് കിട്ടുമോ എന്നുള്ളത്. ഈ കൈലാസത്തിലേക്ക് പോയിട്ടുള്ള ആളുകൾക്കറിയാം. പോകുന്ന സമയത്ത് പറയാം അവിടെ ആന കിട്ടും, മാങ്ങ കിട്ടും, ചക്കര കിട്ടും, ഒക്കെ കിട്ടും, വലിയ വലിയ ഓഫറൊക്കെ നടത്തും. എനിക്കും അറിയില്ലായിരുന്നു ആദ്യം എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ളത്. അവിടെ ചെന്നപ്പോൾ അനുഭവം എന്താ വെച്ചാൽ ഉള്ള ടോയ്ലറ്റിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ എല്ലാം പരന്ന് കിടക്കുകയാണ്, എല്ലാം അറ്റാച്ച്ഡാണ്. അപ്പോൾ എൻ്റെ കൂടെ ആദ്യം വന്ന സമയത്ത് കുറേ ആളുകൾ, അല്ല സ്വാമി അടുത്ത സ്ഥലത്ത് പോയാൽ അറ്റാച്ച്ഡ് കിട്ടുമെന്ന്. ഓ നല്ലോണം കിട്ടുമെന്ന്, ഇവിടുന്ന് കുറച്ച് മണ്ണെടുത്ത് കൊണ്ടുപോയാൽ മതിയെന്ന്. എവിടെ ഒന്നും കിട്ടാനില്ല, അത്ര പരന്ന് കിടക്കുകയാണ് കാര്യങ്ങൾ. അവരാണെങ്കിൽ ടിബറ്റൻസിന് അവർക്ക് ഈശ്വര നല്ലൊരു ശക്തി കൊടുത്തിട്ടുണ്ട്, വൃത്തിന്ന് അടുത്തുകൂടെ പോയിട്ടില്ല. അതുകൊണ്ട് ഒരുവിധം അവരുപയോഗിക്കുന്ന സാധനങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുക നമ്മുടെ ചില പ്രതീക്ഷകളൊന്നും ലോകത്തിൽ നടക്കില്ല എന്നുള്ളത്. അതിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു വരാൻ സാധിച്ചാലുണ്ടല്ലോ എവിടെ പോയാലും നമുക്ക് വൈകുണ്ഠമാണ്.
എവിടെയും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തി എടുക്കാൻ സാധിക്കണം. അതൊന്നൊക്കെ പാകപ്പെടുത്തി എടുക്കാന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ് സ്വാമി, വളരെ പ്രയാസമാണ്. ഇപ്പോൾ അടുത്ത 23-ാം തീയതി നമുക്ക് ഭാഗവത സപ്താഹം തുടങ്ങുകയാണ് ഗുരുവായൂരിൽ. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് 4-5 ആളുകൾ വരുന്നുണ്ട്. അക്കോമഡേഷൻ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. വളരെ പരന്ന് കിടക്കുന്ന റോഡ് എന്ന്. ഇനി എന്താ അക്കോമഡേഷൻ്റെ പ്രശ്നമാണ്? ആദ്യം തന്നെ എക്സ്പെക്റ്റേഷനിലാണ് വരുന്നത്, റൂം കിട്ടുമോ അത് കിട്ടുമെന്ന്. അത് നമ്മളങ്ങനെ മനസ്സിനെ പരിശീലിപ്പിച്ച് എടുത്തുപോയി. നമ്മളെന്തോ റൂമിൽ കിടന്നാലേ സെക്യൂരിറ്റി ഉള്ളൂ എന്നുള്ളത്. ഞാൻ ആരെയും കുറ്റം പറയല്ലത്. നമ്മൾ ആ മനസ്സിൽ നിന്ന് അത്തരത്തിലുള്ള ചിന്തകളൊക്കെ അങ്ങോട്ട് ഒന്ന് എവിടെ എങ്ങനെയാണോ അവിടെ അങ്ങനെ ആ ഒരു മനസ്സിനെ നമ്മൾ വാർത്തെടുത്താലുണ്ടല്ലോ നമുക്ക് ഒന്നിനോടും പ്രത്യേകിച്ചൊരു എന്ത് വരില്ല, അറ്റാച്ച്മെന്റ്. ഇതിനെ പറയും അസോസിയേഷൻ എന്ന് പറയും. അപ്പൊ ഈ അസോസിയേഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റുകൾ നല്ലവണ്ണം വേണം. അപ്പൊ ഋഷീശ്വരന്മാര് പറയണു, ഒരു ഒറ്റലില്ലാതെ കർമ്മം ചെയ്യുന്ന സമയത്ത് അസക്തോഹി, ആരാണോ അസക്തനായി തൻ്റെ ബന്ധങ്ങളും കർമ്മങ്ങളും കൊണ്ടു നടക്കുന്നത്, ആചരൻ കർമ്മ, ആരാണോ കർമ്മങ്ങൾ കൊണ്ടു നടക്കുന്നത്, പരമാപ്നോതി പൂരുഷ, അവന് ആരെ കൈവരിക്കാൻ പറ്റും? പരമാത്മോതി എന്ന് വെച്ചാൽ അവൻ്റെ മനസ്സ് പരമാനന്ദസ്വരൂപനായ ആരിലേക്ക് വരും? ഭഗവാനിലേക്ക് വരും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പം നമ്മുടെ മനസ്സിനെ നമ്മൾ വളരെ ട്രെയിൻ ചെയ്തെടുത്താലേ മനസ്സ് ആരിലേക്ക് വരുള്ളൂ? ഭഗവാനിലേക്ക് വരുള്ളൂ. മനസ്സിലായില്ലേ? ഇതൊരു അമ്പലത്തിൽ പോയി തൊഴുതുകൊണ്ടോ കുറേ വഴിപാടുകൾ ചെയ്തതുകൊണ്ടോ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കില്ല. തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ. പലരും നമ്മുടെ ഹിന്ദുക്കൾക്ക് പറ്റിയൊരു വലിയ തെറ്റിദ്ധാരണ എന്താ വെച്ചാൽ അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ചൊക്കെ ദൈവം നോക്കിയെന്നാണ്. പിടിച്ചോ ദൈവമേ, ഞാൻ എൻ്റെ കാര്യം വിട്ടിരിക്കണമെന്ന് ഒക്കെ ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കും. ദൈവം ഒന്നും ഏറ്റെടുക്കാൻ പോകില്ല. ദൈവം എന്താണ്? ദൈവം എന്ന് പറയുന്നത് നമ്മളെ യുണൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദൈവം നോക്കും എപ്പെന്നറിയോ? നമ്മളെ തന്നെ ലോകത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവം നോക്കില്ല. സർവധർമാൻ മാമേകം ശരണം വ്രജ അഹം ത്വാം മോക്ഷയിഷ്യാമി മാ ശുചാ. ഭട്ടതിരിപ്പാട് പറയും, നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈ അനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രം ഗതിം ച. ഇതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഭഗവാനിലേക്ക് മനസ്സ് ഉറപ്പിച്ചുകൊണ്ട് വേണം ഈ ലോകത്തിൽ നമ്മൾ സഞ്ചരിക്കാൻ. രാമകൃഷ്ണ പരമഹംസർ പറയും, ഇത് ഏതുപോലെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു തോണി തുഴഞ്ഞു പോകുന്നത് പോലെയാണ്. തോണി തുഴയണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കുള്ള തോണിയില്ലെങ്കിൽ നമുക്കൊരു എന്തായാലും പറയാം തുഴ വേണം. ഈ തുഴ നല്ലവണ്ണം മണ്ണിൽ ഉറപ്പിച്ച് എങ്കിൽ പ്രസ് ചെയ്താലേ ഈ തോണി പോവുള്ളൂ. തോണി വെള്ളത്തിലും കരയിൽ ഉള്ളിൽ പുഴയിൽ തന്നെയുള്ള അടിത്തട്ടിലാണ് ഉറപ്പിക്കുന്നത്. അപ്പം നമ്മൾ ഉറച്ചിരിക്കുന്ന ഒരു കമ്പിൽ പിടിച്ചുകൊണ്ട് വേണം, തുഴയിൽ പിടിച്ചുകൊണ്ട് വേണം തോണി മുഴുവൻ. തോണി വേൾഡാണ്, ലോകമാണ്. ഈ കമ്പാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പൊ ഈശ്വരനാകുന്ന കമ്പിൽ അറ്റാച്ച്മെന്റ് ചെയ്തുകൊണ്ട് വേണം ലോകത്തിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ. എന്നാൽ നമുക്ക് എവിടെയും ബുദ്ധിമുട്ടില്ലാതെ ആരിലേക്ക് എത്തിച്ചേരാം? ഭഗവാനിലേക്ക്. അപ്പോൾ ഏറ്റവും ജീവിതത്തിൻ്റെ പരമസത്യം, ഡോണ്ട് ഗെറ്റ് അറ്റാച്ച്ഡ് വിത്ത് അതേഴ്സ്. കാരണം പ്രകൃതി നമുക്ക് തന്നിരിക്കുന്നത് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ഓൺലി അറ്റ് ദ ലെവൽ ഓഫ് അസോസിയേഷൻ ആണ്. ഇത് നല്ലവണ്ണം ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കാൻ തയ്യാറായാൽ നമുക്ക് ഉയർത്താൻ സാധിക്കും. ഈശ്വരൻ എന്ന് പറയുന്നത് എല്ലാത്തിനെയും ചേർത്ത് വെക്കുന്നവനാണ്. നമ്മളെ ഓരോരുത്തരെയും കോർത്തു വെച്ചിരിക്കുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യമാണ്, ഈശ്വരനാണ്. അതുകൊണ്ട് ഈശ്വരൻ എന്നുള്ളതിൻ്റെ നിർവചനം നമ്മൾ കാണേണ്ടത്, ഈശ്വരൻ എന്ന് പറയുന്നത് ഹീ ഹൂ യുനൈറ്റ് എവറിത്തിങ് എന്നാണ്. എല്ലാറ്റിനെയും യുനൈറ്റ് ചെയ്യുന്നവനാണ് ഈശ്വരൻ എന്നാണ്. എല്ലാം ചേർത്ത് വച്ചിരിക്കുന്നതാണ് ഭഗവാൻ. ആ ഒരു ഈശ്വരൻ്റെ ഒരു യുനൈറ്റിംഗ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഈ ചക്രം പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും പ്രവർത്തിക്കില്ല. നമ്മുടെ ശരീരത്തിലേക്ക് നോക്കൂ നിങ്ങൾ. നമ്മൾ ആഹാരം കഴിക്കുന്നു, ദഹിക്കുന്നു, ഇല്ലേ? വേണ്ടത് ശരീരത്തിലേക്ക് ചേരുന്നു, വേണ്ടാത്ത ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നു. ആരുള്ളത് കൊണ്ടാണ്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യമുള്ളതുകൊണ്ട്. പുറമേയുള്ള വായു ഉള്ളിലേക്ക് ഓക്സിജനായി വരണമെങ്കിൽ അതിനെ വേർതിരിച്ച് ഓക്സിജൻ മാത്രം അകത്തേക്കെടുത്ത് അത് ഉള്ളിലേക്കെത്തി ഉള്ളിലുള്ള ബ്ലഡിനെയൊക്കെ സർക്കുലേറ്റ് ചെയ്ത് അങ്ങനെ ഇതിനെയൊക്കെ പ്യൂരിഫൈ ചെയ്ത് വീണ്ടും അത് കാർബൺ ഡൈ ഓക്സൈഡായി പുറത്തേക്ക് പോകണമെങ്കിൽ ആരുള്ളത് കൊണ്ടാണ്?
ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യമുള്ളത്. ഓരോ സെല്ലുകളും ജനിക്കുന്നു, കുറച്ചു കാലം ജീവിക്കുന്നു, മരിക്കുന്നു, പുതിയത് ജനിക്കുന്നു. ആരുള്ളത് കൊണ്ടാണ്? ഇങ്ങനെ ഓരോന്നും നമ്മൾ നോക്കുകയാണെങ്കിലും ഇതെല്ലാം യുണൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, കോർത്ത് വെച്ചിരിക്കുന്നത് ആരാണ്? ഈശ്വരനാണ്. അപ്പൊ ഈശ്വരൻ എന്നതിന് നമ്മൾ നിർവചനം കാണേണ്ടത് എല്ലാം കോർത്ത് വെച്ചിരിക്കുന്നവൻ, ചേർത്ത് വെച്ചിരിക്കുന്നവൻ, എല്ലാം യുണൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നവൻ. അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തെ നാം ഈശ്വരനിലേക്ക് യുണൈറ്റ് ചെയ്യുമ്പോഴേ, മനസ്സിനെ ഈശ്വരനിലേക്ക് ചേർക്കുമ്പോഴേ നമുക്ക് മറ്റുള്ളവരോട് നല്ലവണ്ണം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഋഗ്വേദത്തിലൊരു മന്ത്രമുണ്ട്, പറയും സമാനീവ ആകൂതി സമാനാ ഹൃദയാനിവ സമാനമസ്തുവോ മനോയഥാവസ്സു സഹാസതി. ഇത്ര മനോഹരമാണ് ആ മന്ത്രം. സമാനീവ ആകൂതി സമാനാ ഹൃദയാനിവ സമാനമസ്തുവോ യഥാ മനസ്സു സഹാസതി. നമ്മുടെ മനസ്സുകൾ ഒരുപോലെ യുണൈറ്റ് ചെയ്യട്ടെ, ഒരേപോലെ ഒരേ ബന്ധാവിലൂടെ സഞ്ചരിക്കട്ടെ, നാം പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കട്ടെ. സഹനാഭവതു, അറിയാലോ, സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹൈ ത്വേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഞാൻ ആരോടും വിദ്വേഷം ഉണ്ടാക്കാതിരിക്കട്ടെ. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാരുണ്ടല്ലോ കല്യാണത്തിന് അഗ്നിസാക്ഷിയായിട്ട് കല്യാണം വെച്ചിരിക്കുന്നത്. ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഉടുപ്പുകൾ തമ്മിൽ കൂട്ടിക്കെട്ടും. നിങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കണ്ടിട്ടുണ്ടാവും കല്യാണം. അഗ്നി സാക്ഷിയായിട്ട് കൂട്ടിക്കെട്ടും. ഈ കൂട്ടിക്കെട്ടിൽ യുണൈറ്റ് ചെയ്യുന്നത് ആരുടെ സാക്ഷിയായിട്ടാണ്? അഗ്നിയുടെ സാക്ഷിയാണ്. അഗ്നി ഈശ്വരന്റെ പ്രതീകമാണ്. അറിയാലോ, ഋഗ്വേദത്തിലെ ആദ്യത്തെ മന്ത്രം അഗ്നിമീലൈ പുരോഹിതാണ്. അപ്പൊ അഗ്നിയുടെ, ഈശ്വരന്റെ സാന്നിധ്യത്തിൽ ഈശ്വരനാണ് നമ്മളെ കോർത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ഈശ്വരാർപ്പിതമായി നമുക്ക് ഈ ജീവിതം കൊണ്ട് നടക്കണം. അങ്ങനെ രണ്ടുപേരും ഈശ്വരാർപ്പിതമായി ജീവിതം കൊണ്ട് നടക്കുമ്പോൾ അവരിൽ ഈശ്വരന്റെ പ്രകടനം കൂടുതലായിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ ശ്ലോകം നല്ലവണ്ണം മനസ്സിലാക്കാനുണ്ട്. വളരെ വളരെ സൂക്ഷ്മമാണിത്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രായോഗികമായി കൊണ്ടുവരണം. ഞാനിതിൻ്റെ സ്ഥൂലാർത്ഥം ഒന്നുകൂടി നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അന്നത്തിൽ നിന്ന് ഈ ദേഹങ്ങളുണ്ടായി. അന്നം വന്നിരിക്കുന്നത് വെള്ളത്തിൽ നിന്നാണ്. വെള്ളം വന്നിരിക്കുന്നത് യജ്ഞത്തിൽ നിന്നാണ്. യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് മനസ്സിലാക്കിയില്ലെങ്കിൽ പോയി. യജ്ഞത്തിൽ നിന്നാണ് വെള്ളം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ശക്തികൾ കൂടിച്ചേർന്നിട്ടാണ്, അല്ലേ? അസോസിയേഷനാണ്. അവിടെ ഒരു കെയറിംഗ് ഉണ്ട്, അവിടെ ഒരു ഷെയറിംഗ് ഉണ്ട്. അതാണ് യജ്ഞം എന്ന് പറയുന്നത്. ഓക്സിജനും ഹൈഡ്രജനും, ഞാൻ ഫിസിക്സിന്റെ കെമിസ്ട്രിയുടെ തലത്തിലിരുന്നുകൊണ്ട് പറയണു, കൂടിച്ചേർന്നിട്ടാണ്. ഇനി ആ യജ്ഞം വന്നിരിക്കുന്നത് കർമ്മങ്ങളിൽ നിന്നാണ്. കർമ്മം എന്ന് പറഞ്ഞാൽ അവിടെ ചലനങ്ങളുണ്ട്, പ്രവൃത്തികളുണ്ട്. നമ്മുടെ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ സൂര്യന്റെ കിരണം വെള്ളത്തെ നീരാവിയായി ആകാശത്തിൽ കൊണ്ടു നിർത്തി കാർമേഘമാക്കി. കർമ്മമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? അതിനെ ശുദ്ധീകരിക്കുന്നു. കടൽ വെള്ളം അതുപോലെയല്ലല്ലോ പോകുന്നത്, പരിശുദ്ധമായിട്ടാണല്ലോ പോകുന്നത്. ശുദ്ധീകരിക്കുന്നു. അവിടുന്ന് വീണ്ടും അത് താഴോട്ട് വരുന്നതിലൊരു കർമ്മമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? അത് ഭൂമിയിലെത്തിയതിന് ശേഷമാണ് ചെടികളൊക്കെ വളരുന്നത്. കർമ്മങ്ങളില്ലേ? അപ്പൊ അവിടെ ഒരു കെയറിങ്ങുമുണ്ട്, ഷെയറിങ്ങുമുണ്ട്. അപ്രകാരമുള്ള യജ്ഞത്തിലൂടെ, കർമ്മസമുദ്ഭവത്തിലൂടെ വന്നിരിക്കുന്നു എന്ന്. ഇവരൊക്കെ വന്നിരിക്കുന്നത് ആരാണ്? ഇവരെ യുണൈറ്റ് ചെയ്തിരിക്കുന്നത് കർമ്മ ബ്രഹ്മോത്ഭവം വിദ്ധി. ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? ബ്രഹ്മമാണ്, ഈശ്വരനാണ്. ഈശ്വരൻ യുണൈറ്റ് ചെയ്തത് കൊണ്ടാണ് ഇതിനൊക്കെ അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. വളരെ ശ്രദ്ധിക്കും ഞാൻ പറയുന്നത്. ഈശ്വരൻ നമ്മളെയൊക്കെ യുണൈറ്റ് ചെയ്ത് നിർത്തുന്നത് കൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരോടൊക്കെ ഇവിടെ അസോസിയേഷൻ സാധിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ തന്നെ അവയവങ്ങൾ അസോസിയേറ്റ് നിൽക്കുന്നത് ഈശ്വരൻ നമ്മളെ യുണൈറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് കൊണ്ടാണ്. എപ്പോൾ ഈശ്വര ചൈതന്യം നമ്മളിൽ നിന്ന് പോയോ, വ്യവഹാരത്തിലെ ഈശ്വര ചൈതന്യം നമ്മളിൽ നിന്ന് പോയോ, ഈ അസോസിയേഷനെല്ലാം വിട്ടുപോയി എന്ന് പറയാണ്. അപ്പോൾ ഈശ്വരനാകുന്ന ശക്തി കൂട്ടിച്ചേർത്തിരിക്കുന്നത് കൊണ്ട് നമുക്കിവിടെ എല്ലാവരോടും അറ്റാച്ച്മെന്റ് സാധിക്കുമോ? അസോസിയേഷൻ സാധിക്കുമോ? അസോസിയേഷൻ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അപ്പോൾ എന്താ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മളെ യുണൈറ്റ് ചെയ്തിരിക്കുന്നത് ഈശ്വരനാണെങ്കിൽ നാം നമ്മുടെ മനസ്സിനെ യുണൈറ്റ് ചെയ്യേണ്ടത് ആരോടാണ്?
ഈശ്വരനാണ്. നാം മറ്റുള്ളവരോട് കാണിക്കേണ്ട സമീപനം എന്താണ്? അറ്റാച്ച്മെൻ്റ് ആണോ അസോസിയേഷൻ ആണോ? അസോസിയേഷനാണ്. അവിടെ നമ്മുടെ പങ്ക് നമ്മൾ വഹിച്ചാൽ, എല്ലാവരും ചേർന്ന് അങ്ങനെ അസോസിയേറ്റ് ചെയ്ത് ജീവിച്ചാൽ, ഷെയറിങ്ങും കെയറിങ്ങും ഉണ്ടെങ്കിൽ അവിടെ പർജന്യം, വെള്ളത്തെ നോക്കിക്കഴിഞ്ഞാൽ തണുപ്പാണ്, കുളിർമയാണ്. ആ ജീവിതം കുളിർമയുള്ളതായിരിക്കും. അവിടെ സന്തോഷം, അവിടെ സ്നേഹം, അവിടെ വാത്സല്യം, അവിടെ ദയ, അവിടെ പല ഉത്കൃഷ്ട സംസ്കാരങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതിനെയാണ് ദൈവീക സംസ്കാരം എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കണോ? മനസ്സിലാവുന്നുണ്ടോ? വല്ലതും തലയുടെ മുകളിൽ കൂടെ പോകുന്നുണ്ടോ? ശ്രദ്ധിക്കൂ നിങ്ങൾ. ഇതൊക്കെ സയൻറ്റിഫിക്കലി നമ്മൾ പഠിക്കുമ്പോണ്ടല്ലോ, നമ്മൾ വന്നിരിക്കുന്നത് it is not to make attachment with others. We came here to unite our mind with God. Who is God? God is the one who unites our life എന്നാണ്. Because of him we are existing എന്നാണ്. ഈ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇവിടെ നിലനിൽപ്പുള്ളത്, എന്നിലേക്ക് വായു പ്രവേശിക്കുന്നത്, എന്നിൽ ചൂട് നിലനിൽക്കുന്നത്. ആണോ അല്ലയോ? ഇത്ര മനോഹരമാണ്. ഭാഗവതമൊക്കെ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ വേഗം വേഗം ക്ലിയർ ആവും. ധ്രുവൻ പറയുന്ന പ്രാർത്ഥനയെ കണ്ടല്ലോ, അത്ര മനോഹരമാണ്. ധ്രുവന്റെ പ്രാർത്ഥനയുണ്ടല്ലോ, യോന്ത പ്രവിശ്യ മമ വാചമിമം പ്രസുപ്തം സഞ്ജീവയതി അഖില ശക്തി ധരസ്വതം നാം അന്യാം ച ഹസ്തചരണ ശ്രവണത്വഗാദിൻ പ്രാണന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. യോ അന്തപ്രവിശ്യ, ഉള്ളിൽ പ്രവേശിച്ച് അഖില ശക്തി, എല്ലാ ശക്തികളെയും ധരിച്ചിരിക്കുന്നു. ഏതൊരു ശക്തിയുടെ സാന്നിധ്യത്തിലാണോ ഉറങ്ങിക്കിടക്കുന്ന മനസ്സും പ്രസൂയതി സഞ്ജീവയതി, പ്രകടമാവുന്നത് എന്നെല്ലാം ഇവിടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ, നമ്മുടെ വ്യക്തിത്വത്തെ ഇന്ന് നമ്മളാക്കി നിലനിർത്തുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മറ്റുള്ളവർക്കല്ല. ആർക്കാണ്? ഈശ്വരനാണ്. അതുകൊണ്ട് പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. വളരെ ശ്രദ്ധിക്കേ, നാം ബന്ധമുണ്ടാക്കേണ്ടത് ഭഗവാനോടും, നാം അസോസിയേറ്റ് ചെയ്യേണ്ടത്, ഇടപഴകി ജീവിക്കേണ്ടത്, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടത് ലോകത്തോടുമായിരിക്കണം. അങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള കുറ്റബോധമോ അസൂയയോ വിദ്വേഷമോ ഒന്നും നമ്മുടെ മനസ്സിലുണ്ടാവില്ല. ഇതൊക്കെയാണ് പ്രാക്ടിക്കൽ ജീവിതം എന്ന് പറയുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ തെറ്റായി ജീവിച്ച്, ഭർത്താവാണ് എൻ്റെ ജീവിതം അല്ലെങ്കിൽ ഭാര്യയാണ് എൻ്റെ ജീവിതം, ഭാര്യയെ ഒട്ടിപ്പിടിച്ച് ഭർത്താവിനെ ഒട്ടിപ്പിടിച്ച് കുറേ കഴിഞ്ഞാൽ അവർ പോയി കഴിഞ്ഞാൽ ഇന്ന് നെഞ്ചത്തടിച്ച് കരയേണ്ടി വരും, പോയി കഴിഞ്ഞു. എന്നാൽ വാസ്തവത്തിൽ നമുക്ക് അങ്ങനെ ഒരാളോട് അറ്റാച്ച്മെൻ്റ് ഇല്ല, അത് വേറെ കാര്യം. നമ്മുടെ മനസ്സിനെ പോലെ ഇത്ര ക്രുക്കഡായിട്ടുള്ള മനസ്സ് ലോകത്തിലുണ്ടാവില്ല. ആരോടെങ്കിലും ഇത്തിരി സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ഒരാൾ സ്നേഹം തന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കാലം മാറി. നമ്മുടെയൊക്കെ ജീവിതം നോക്കൂ നിങ്ങൾ. കുട്ടിക്കാലത്ത് നമുക്ക് അമ്മയോടായിരുന്നു കൂടുതൽ അറ്റാച്ച്മെൻറ്റ്. കുറച്ച് വളർന്ന് വലുതായപ്പോൾ പൈസ കിട്ടണം, അത് അമ്മയ്ക്ക് തരാൻ പറ്റില്ല. അന്നൊന്നും അമ്മമാരൊന്നും ജോലിക്കാരല്ല. അപ്പോൾ ആരോടുണ്ടാക്കും? അച്ഛനോട് അറ്റാച്ച്മെൻറ്റ്. അത് കഴിഞ്ഞ് സ്കൂളിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കളോട്, അത് കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജോലിയോട്, അത് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയോട്, അത് കഴിഞ്ഞാൽ മക്കളായിക്കഴിഞ്ഞാൽ മക്കളോട്. ആദ്യം ഒന്നാമത്തതിനോടുണ്ടാക്കും, പിന്നെ രണ്ടാമത്തെ വന്നാൽ അതിനോടുണ്ടാക്കും, മൂന്നാമത്തത് വന്നാൽ അതിനോടുണ്ടാക്കും. അപ്പോഴേക്കും മൂത്തതിന് പരാതി, എനിക്ക് വേണ്ടത്രയൊന്നും സ്നേഹം കിട്ടുന്നില്ല എന്ന്. നമ്മളാണെങ്കിൽ അപ്പോഴേക്കും കാല് മാറി വന്നിട്ടുണ്ടാവും. അവസാനം ഇവരൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ആരോട്? എനിക്ക് നമ്മുടെ മനസ്സിനെ എപ്പോഴും ഓർമ്മ വരെ ഈ വളഞ്ഞ കാലുള്ള കുടയുണ്ടല്ലോ, അതുപോലെയാണ്. പണ്ടത്തെ കാരണവന്മാർ ഉപയോഗിക്കുന്ന ഒരു കുടയുണ്ട്. അപ്പം അവർ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അത് ഈ വളയിൽ തൂക്കിയിടും. ഇന്നത്തെ ആളുകൾക്ക് വള എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലിടുന്ന വളയായിരിക്കും. പഴയ വീടിൻ്റെ അതിൽ തൂക്കിയിടും. എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ അവർ തോളിൽ തൂക്കിയിടും. ഇതുപോലെയാണ് നമ്മുടെ മനസ്സ്. എവിടെയെങ്കിലും അതിനൊന്ന് തൂങ്ങണം. ഈ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞാൽ ഈ കുട എവിടെ തൂങ്ങും? അപ്പോൾ പിന്നെ ആൻറ്റിയും അങ്കിളും ഒരുമിച്ചായി. അങ്കിള് പറയും എൻ്റെ തൂങ്ങണ്ട, കാരണം എപ്പോഴാണ് പോവുകയെന്നറിയില്ല. ഇതാണ് സത്യം. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് നല്ലവണ്ണം മനസ്സിലാക്കിയല്ലോ. നാം ആരുടെയും മേല് തൂങ്ങാനല്ല വന്നിരിക്കുന്നത്. നാം വന്നിരിക്കുന്നത്, ഒരു വശത്ത് നാം അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കേണ്ടത് ഭഗവാനോടും, വേറൊരു വശത്ത് നാം അസോസിയേഷൻ ഉണ്ടാക്കേണ്ടത് ലോകത്തോട്. ഇങ്ങനെ ജീവിക്കുന്നതിനെയാണ് യജ്ഞജീവിതം. ഇതിനെ പറയും മനസ്സ് നമ്മൾ കൂടുതൽ സമർപ്പിക്കേണ്ടത് ഈശ്വരനിലും, എന്നാൽ മറ്റുള്ളവരോട് നമ്മൾ ഷെയറിങ്ങും കെയറിങ്ങും ചെയ്തു കഴിഞ്ഞാൽ യജ്ഞമായി.
ഞാൻ പറഞ്ഞു യജ്ഞത്തിൽ 3 ഭാഗങ്ങൾ പ്രധാനപ്പെട്ടതുണ്ട്. ഒരു വശത്ത് സമർപ്പണമാണ്. മനസ്സ് സമർപ്പിക്കേണ്ടത് ലോകത്തിലല്ല, മനസ്സ് സമർപ്പിക്കേണ്ടത് ഭഗവാനിലാണ്. എന്നാൽ നമ്മൾ വിതരണം ചെയ്യണം. അതാർക്ക് കൊടുക്കണം? ലോകത്തിൽ. പിന്നെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ലോകം എന്തു തന്നാലും പരാതിയില്ലാതെ അസൂയ കാണിക്കാതെ സ്വീകരിക്കാൻ നമ്മൾ പഠിക്കണം. അപ്പം നമ്മുടെ ജീവിതം എന്തായി? യജ്ഞമായി. ഒന്നുകൂടി ശ്രദ്ധിക്കണേ, ഈശ്വരനിൽ സമർപ്പണം. ആർക്ക് സമർപ്പണം? ഈശ്വരനിൽ സമർപ്പണം. ലോകത്തിൽ വിതരണം, പങ്കുവയ്ക്കല്. പിന്നീട് ലോകത്തിൽ നിന്ന് കിട്ടുന്നതിനെ സ്വീകരണം. എന്ത് കിട്ടിയാലും സ്വീകരണം. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിയുടെ ജീവിതം, അതിൻ്റെ പേരാണ് യജ്ഞജീവിതം. മനസ്സിലായോ നിങ്ങൾക്ക്? ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം, എന്നിട്ട് നമ്മൾ അടുത്തയിലേക്ക് കിടക്കാം. അന്നാൽ ഭവന്തി ഭൂതാനി പർജന്യാദ് അന്നസംഭവം യജ്ഞാൽ ഭവതി പർജന്യം യജ്ഞകർമ്മ സമുദ്ഭവം കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഭഗവാൻ യജ്ഞത്തിൽ പ്രതിഷ്ഠിതമാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എടുക്കണം? മനസ്സ് ഭഗവാനിൽ അർപ്പണവും ലോകത്തിൽ സ്നേഹവും അതുപോലെ ദാനവും. സ്നേഹവും ദാനവും. ദാനം എന്ന് പറഞ്ഞാൽ പങ്കുവയ്ക്കലും അതുപോലെ തന്നെ ലോകം തരുന്നതിനെ സ്വീകരിക്കലുമായാൽ അവരുടെ കൂടെ എപ്പോഴും ഈശ്വരൻ പ്രകടമാവും. എല്ലാവരുടെ കൂടെയും ഈശ്വരനുണ്ട്, പക്ഷെ അവരിൽ ഈശ്വരൻ പ്രകടമാവും. അവർക്ക് ഈശ്വര ശക്തി അനുഭവിക്കാൻ പറ്റും. ദേ ക്യാൻ യൂസ് ദ ഗോഡ്ലി പവർ വിത്തിൻ എന്ന് വേണേ പറയാം. ഉള്ളിലിരിക്കുന്ന പവർ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അവരാണ് ശരിക്കും ജീവിതം നയിക്കുന്നവരെന്ന്. അല്ലാത്തവരൊക്കെ ജീവിക്കുന്നുണ്ട്. ഇനി ഭഗവാൻ അതാണ് അടുത്തത് പറയുന്നത്. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയാം അഘായൂരിന്ദ്രിയാരാമാം മോഹം പാർത്ഥ സജീവതി. ഹേ പാർത്ഥ, അർജുന, ഭഗവാൻ അർജുനനെ വിളിക്കുന്നത് ഹേ അർജുന. പാർത്ഥൻ എന്നുള്ള ശബ്ദത്തിനർത്ഥം പരമാർത്ഥം അർത്ഥിക്കുന്നവൻ. ജീവിതം പരമാർത്ഥമായി തീരണം, ജീവിതം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഹേ അർജുന. പാർത്ഥൻ എന്നുള്ള ശബ്ദത്തിൻ്റെ ഒരു അർത്ഥം അങ്ങനെയാണ്, പരമാർത്ഥം അർത്ഥിക്കുന്നവൻ പാർത്ഥൻ. ഭഗവാൻ ഉണ്ടല്ലോ, ചില സമയത്തൊക്കെ പാർത്ഥൻ എന്ന് പറയുമ്പോൾ ഭഗവാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, യു ആർ അർജുന, യു ആൾസോ എക്സ്പെക്ട് യുവർ ലൈഫ് ഷുഡ് ബി കംപ്ലീറ്റ്ലി പെർഫോംഡ്, കംപ്ലീറ്റ്ലി യൂട്ടിലൈസ്ഡ്. അപ്പം അങ്ങനെയുള്ളൊരു ജീവിതം നീ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ മനസ്സിലാക്കണം, ഇഹ ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതി സ ഇന്ദ്രിയാരാമ. ഈ ചക്രത്തെ ആരാണോ, ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ചക്രത്തെ ആരാണോ ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതി, ആരാണോ അനുവർത്തിക്കാത്തത്, ഫോളോ ചെയ്യാത്തത്, അവൻ ഇന്ദ്രിയാരാമനാണ്. എന്താ അതിനർത്ഥം? എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവിടുത്തെ ചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം യുണൈറ്റ് ചെയ്തിരിക്കുന്നത് ഈശ്വരനാണ്. ഈശ്വരനോടെ നമുക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ളൂ, ലോകത്തോട് നമുക്ക് അസോസിയേഷനാണ്. വളരെ ശ്രദ്ധിക്കണേ, ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് വ്യക്തമായി ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഹൈഡ്രജനും ഓക്സിജനും, 2 തന്മാത്രകൾ പരസ്പരം കൂടിച്ചേർന്ന്, രണ്ടും വ്യത്യസ്തമാണ്. ഹൈഡ്രജൻ 2 തന്മാത്രയുണ്ട്, ഓക്സിജൻ ഇത്തിരി കെമിസ്ട്രി ഒക്കെ ആവാലോ നിങ്ങൾക്ക്, 1 തന്മാത്രയേ ഉള്ളൂ. ഇത് രണ്ടും ചേരണമെങ്കിൽ ഇവിടെ സ്പേസ് എന്ന് പറയുന്നൊരു ഘടകം ഉണ്ടാവണം. അതായത് 2 ലിമിറ്റഡ് വസ്തുക്കൾക്ക് ചേരണമെങ്കിൽ മൂന്നാമത് സ്വതന്ത്രമായൊരു വസ്തുവിലേ ചേരാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ അറിയില്ല. ഇപ്പം നമുക്കിവിടെ മൂവ് ചെയ്യണമെങ്കിൽ ഒരു ഫ്ലോർ വേണം, ഒരു സപ്പോർട്ട് വേണം.
ഇപ്പം നമുക്കൊക്കെ മൂവ് ചെയ്യണമെങ്കിൽ ഒരു സ്വതന്ത്രമായ ഒരു സ്പേസ് അല്ലെങ്കിൽ സപ്പോർട്ടിലിരുന്നു കൊണ്ടേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, ചലിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഏത് പരിമിത വസ്തുവിനും ചേരണമെങ്കിൽ വേറൊരു വസ്തു ഉണ്ടായിരിക്കണം, സ്വതന്ത്ര വസ്തു ഉണ്ടായിരിക്കണം. മനസ്സിലായോ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ഓരോ വസ്തുക്കളും പരസ്പരം ചേരുന്നത്, ഇപ്പം നമ്മുടെ ശരീരത്തിൽ വായു വന്ന് ചേരുന്നത്, ശരീരത്തിൽ വെള്ളം വന്ന് ചേരുന്നത്, ഈ ഭക്ഷണം വന്ന് ചേരുന്നത്, ഭക്ഷണം മറ്റൊന്നായി മാറുന്നത്, ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നത്, ഇവിടെയൊക്കെ ഒരു ചേർച്ചയുണ്ട്. ഈ ചേർച്ചകളൊക്കെ ഇവിടെ സാധ്യമാവുന്നത് ഏത് സപ്പോർട്ടിലാണ്? കൂടെ വന്നില്ലേ നിങ്ങൾ? ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ ഘടിപ്പിക്കണം അതിനെ. നമ്മൾ ഓക്സിജനും ഹൈഡ്രജനും ചേരുന്നത് സ്പേസിൽ എന്ന പോലെ നമ്മുടെ ശരീരത്തിൽ വെള്ളം വന്ന് ചേരുന്നു, നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ വായു വന്ന് ചേരുന്നു, നമ്മുടെ ശരീരത്തിൽ മനസ്സ് പ്രവർത്തിക്കുന്നു, മനസ്സെല്ലാ ശരീരത്തിലും വന്ന് ചേരുന്നുണ്ട്. ഉണ്ടോ? ഉറക്കത്തിൽ നമ്മുടെ മനസ്സ് എല്ലായിടത്തും ഇല്ല, ഉണർന്നു വരുമ്പോൾ എല്ലായിടത്തും വ്യാപരിക്കുന്നു, ചേരുന്നു. ഇങ്ങനെയൊക്കെ ചേരുന്നത് ഏത് സപ്പോർട്ടിലിരുന്നിട്ടാണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യത്തിൽ നിന്നാണ്. അപ്പൊ ചൈതന്യമാകുന്ന സപ്പോർട്ടിലിരുന്നു കൊണ്ടാണ് പരിമിതമായ സാധനങ്ങളൊക്കെ വന്ന് ചേരുന്നതെങ്കിൽ ആ ചൈതന്യത്തോട് മാത്രമേ നമുക്കൊരു പെർമനൻ്റായൊരു ബന്ധമുണ്ടാവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആരാണോ ഈ ചക്രം പ്രായോഗികമാക്കി കൊണ്ടു നടക്കാത്തത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ആരാണോ തൻ്റെ മനസ്സിനെ ഭഗവാനിൽ സമർപ്പിക്കാത്തത്, ആരാണോ തൻ്റെ കഴിവുകളെ വേണ്ട വിധത്തിൽ പ്രകടിപ്പിക്കാത്തത്, ആരാണോ പ്രകൃതിയിൽ നിന്നും കിട്ടുന്നതിനെ പരാതിയില്ലാതെ സ്വീകരിക്കാത്തത്, അവരുണ്ടല്ലോ ഇന്ദ്രിയാരാമ. ഇന്ദ്രിയാരാമ എന്ന് പറഞ്ഞാൽ ദേ എക്സ്പെക്ട് എ ഗുഡ് ലൈഫ്. അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ ദുഃഖിച്ചിരിക്കും. അവർക്ക് മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ, തന്നെക്കാളും നല്ല ജീവിതം കാണുമ്പോൾ അവർ അസൂയപ്പെട്ടിരിക്കും. അവർക്ക് വല്ലതും പ്രതീക്ഷിച്ച പോലെ കിട്ടിക്കഴിഞ്ഞാൽ അവർ എക്സൈറ്റഡ് ആയിരിക്കും. അതേപോലെ അവർ വീണ്ടും സംഭവിക്കുമെന്ന് സ്വപ്നം കണ്ട് ജീവിതം നശിപ്പിക്കും. അവരെയാണ് എന്ത് വിളിക്കുക? ഇന്ദ്രിയാരാമൻ. മനസ്സിലാവുണ്ടല്ലോ? അങ്ങനെയുള്ള ഇന്ദ്രിയാരാമന്മാര് മോഹം പാർത്ത സജീവതി. അർജുന, അവരുണ്ടല്ലോ ഇന്ദ്രിയാരാമ അഖായു ജീവിതം മോഹം ജീവതി. അവരവരുടെ ജീവിതത്തെ വൃഥാവിലാക്കുന്നു. അഖായു എന്ന് പറഞ്ഞാൽ പാപം കൊണ്ട് ജീവിതം നശിപ്പിക്കുന്നു എന്നാണ്. അഖായു, അവരുടെ ആയുസ്സിനെ അവർ പാപം കൊണ്ട് നശിപ്പിക്കുന്നു. ദേ ആർ സ്പോയിലിംഗ് ദെയർ ലൈഫ്. മോഹം ജീവതി, ദേ ആർ വേസ്റ്റിംഗ് ദെയർ ലൈഫ് എന്നാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും ഉണ്ടല്ലോ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കി ജീവിക്കാൻ നമ്മുടെ മനസ്സിനെ സമ്മതിക്കരുത്. അത്രയും പൊട്ടൻഷ്യലായിട്ട് നമുക്ക് ശക്തികൾ തന്നിട്ടുണ്ട്, നമുക്ക് കഴിവുകൾ തന്നിട്ടുണ്ട്. നമ്മളെപ്പോലെ വേറൊരാളിവിടെ ഉണ്ടോ? ഇല്ലയോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കരുത് അതേപോലെ മറ്റൊരാൾ നമ്മളോട് പെരുമാറും. ഇതാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ എത്ര സ്നേഹിച്ചു അവരിങ്ങോട്ട് സ്നേഹിക്കില്ല എന്ന്. അവർക്ക് സ്നേഹിക്കാൻ പറ്റില്ല. കാരണം പ്രകൃതി എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഹൈഡ്രജന്റെ ശക്തി ആർക്കുണ്ടാവില്ല? ഓക്സിജൻ ഉണ്ടാവില്ല. രണ്ടും രണ്ട് തന്മാത്രകളാണ്. അപ്പം അതുകൊണ്ട് അവരെന്തിന് എക്സ്പെക്ട് ചെയ്യണം? രണ്ടുപേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവിടെ കുളിർമയുണ്ട്, അവിടെ തണുപ്പുണ്ട്, അവിടെ ഒരു ഒഴുക്കുണ്ട്, അവിടെ ഒരു സന്തോഷമുണ്ട്. ഇതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാതെ പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അവിടെ ഒരു കുളിർമയുണ്ട്, അവിടെ ഒരു തണുപ്പുണ്ട്, അവിടെ ഒരു സന്തോഷമുണ്ട്, അവിടെ ഒരു വാത്സല്യമുണ്ട്, അവിടെ ഒരു സ്നേഹമുണ്ട്. ഇതാണ് നമ്മൾ ജീവിതത്തിൽ കൊണ്ട് നടക്കേണ്ടത് പ്രിയന്. ശരിയല്ലേ ഭഗവാൻ പറയുന്നത്? ഇതിലൊക്കെ അപ്പുറം എന്ത് സയൻസാണുള്ളത് നോക്കൂ നിങ്ങൾ. ശ്രീകൃഷ്ണ ഭഗവാൻ ജീവിച്ചിരിക്കുകയാണെങ്കിലോ കോടിക്കണക്കിന് പ്രണാമം കൊടുത്താലും മതിയാവില്ല. കാരണം എത്രയോ ലോകത്തിൽ ജീവിച്ചിരുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് പോലും പറയാൻ പറ്റാത്ത ജീവിതത്തിൻ്റെ പ്രായോഗികതയിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുന്ന മഹാഗുരുവാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അത്ര ഗംഭീരമാണ്. നിങ്ങൾ ഇത്തിരി സയൻസും കൂടി പഠിച്ചു കഴിഞ്ഞാലല്ലോ ഈ മോഡേൺ സയൻസിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഗീത നോക്കുമ്പോൾ അബ്സല്യൂട്ട്ലി ഇറ്റ് ഇസ് എ ഫാന്റാസ്റ്റിക് സയൻസ്. ഇതിലൊക്കെ എങ്ങനെ പറഞ്ഞു തരാൻ പറ്റും നമുക്ക്? അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഡോണ്ട് വേസ്റ്റ് യുവർ ലൈഫ്. അനുവർത്തയതി, തെറ്റായ ജീവിതം അനുവർത്തിക്കരുത്. കാരണം ഇതൊരു ചക്രമാണ്. ഈ ചക്രം ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. ഈ ചക്രത്തിൻ്റെ പ്രത്യേകത ഒന്നൊന്നിനോട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഇതിനെയൊക്കെ യുണൈറ്റ് ചെയ്തിരിക്കുന്നത് വായു വരുന്നു, പോകുന്നു, ഇല്ലേ? ഭക്ഷണം കഴിക്കുന്നു, ശരീരം വളരുന്നു. അത് ബാല്യം, കൗമാരം, യൗവനം. ഭഗവാൻ ഗീതയിൽ പറയുന്ന പോലെ ദേഹിനോസ്മിൻ യഥാ ദേഹേ
കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തി ധീരത്തത്ര ന മുഹ്യതി. എന്തിനു നമ്മളിരുന്ന് ദുഃഖിച്ച് സമയം കളയണം? ഇത് പ്രകൃതിയുടെ ചക്രമാണ്. എത്ര മനോഹരമാണിതൊക്കെ. ഈ ശരീരമാണെങ്കിലോ ജായതേ മ്രിയതേ കദാചിൽ. ഇത് ജനിക്കണം മരിക്കണം. എന്നാൽ ജനിക്കാത്ത മരിക്കാത്തൊരു സത്യം നമ്മുടെ കൂടെ ഇല്ലേ? ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാൽ അപരിഹാര്യർത്ഥേ നത്വം ശോചിതുമർഹസി. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ നമ്മുടെ ജീവിതം നമ്മൾ കൊണ്ടു നടന്ന് വേസ്റ്റ് ആക്കരുത്. അതുകൊണ്ട് ഏവം പ്രവൃത്തിതം ചക്രം, ഈ ചക്രത്തെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ചക്രം. എന്താ ഈ ചക്രത്തിൻ്റെ പ്രത്യേകത? ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് നല്ലവണ്ണം ഉറപ്പിക്കണേ. എന്താ ഈ ചക്രത്തിൻ്റെ പ്രത്യേകത? ഓരോന്നും മറ്റൊന്നിനോട് അസോസിയേറ്റ് ചെയ്യുന്നു. ഒന്നും ഒന്നിനോടും അറ്റാച്ച്ഡ് അല്ല. അവരവരുടെ റോള് ചെയ്യുന്നു. രണ്ട് ശക്തികൾ കൂടിച്ചേരുമ്പോൾ മറ്റൊന്നുണ്ടാവുന്നു. അവിടെ ഒരു കുളിർമയുണ്ടാവുന്നു, അവിടെ ഒരു സന്തോഷമുണ്ടാവുന്നു. ഇങ്ങനെ നമ്മൾ ഓരോന്നിനോടും അസോസിയേറ്റ് ചെയ്ത് ഒരു സന്തോഷം പ്രകടമാക്കിക്കൊണ്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാവും. മറ്റൊരാളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല, നമ്മളിൽ നിന്ന് പ്രകടിപ്പിച്ചുകൊണ്ട്. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ രീതിയിൽ പെർഫോം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ശാന്തി സമാധാനം ഉണ്ടാവൂല്ലയോ? അതല്ലേ ജീവിതത്തിൻ്റെ രഹസ്യം. അങ്ങനെ ആര് ജീവിക്കുന്നില്ലയോ അഖായു. അഖം എന്ന് പറഞ്ഞാൽ പാപം. അവൻ്റെ ആയുസ്, ആയു എന്ന് പറഞ്ഞാൽ ആയുസ്, അവൻ്റെ ആയുസ് മുഴുവൻ പാപിഷ്ടമാക്കിക്കൊണ്ട് മോഹം പാർത്ത സജീവതി. ഈസ് വേസ്റ്റിംഗ് ഹിസ് ലൈഫ്. നെവർ അലൗ ദ മൈൻഡ് ടു തിങ്ക് അബൌട്ട് ഈ നേരത്തെ പറഞ്ഞ നോൺസെൻസ് ഉണ്ടല്ലോ, ചിന്തിക്കാൻ സമ്മതിക്കരുത്. അതുകൊണ്ട് നമ്മുടെ ഡിക്ഷണറിയിൽ 3 കാര്യങ്ങൾ ഉണ്ടാവരുത്. ഒന്ന്, ഇത് നമ്മൾ ഓർത്ത് വയ്ക്കണേ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ കുറേയൊക്കെ ആക്കുന്നൊരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, വയ്യ എന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. നിങ്ങൾ വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ മെന്റലി ആക്സെപ്റ്റിംഗ് യു ആർ വീക്ക് എന്ന്. ഫിസിക്കലി നിങ്ങൾ വീക്കായിരിക്കാം, പക്ഷെ മെന്റലി നമ്മൾ വീക്കാവരുത്. കാരണം ദ മൈൻഡ് ഈസ് നോട്ട് യുണൈറ്റഡ് വിത്ത് എ വീക്ക് ബോഡി, ദ മൈൻഡ് ഈസ് യുണൈറ്റഡ് വിത്ത് എ സ്ട്രോങ് ഗോഡ് എന്ന്. അത് നമ്മൾ ഓർത്ത് വയ്ക്കണം. ഭീഷ്മാചാര്യരെയൊക്കെ കണ്ട് പഠിക്കണം നമ്മൾ. അപ്പം വയ്യ നമ്മുടെ ഡിക്ഷണറിയിൽ ഒരിക്കലും പറയാൻ സമ്മതിക്കരുത്. ഏത് മരണസമയത്ത് പോലും പറയണം, എനിക്ക് ഈശ്വരനെ സ്മരിക്കാൻ സാധിക്കും, എനിക്ക് പറ്റും. അങ്ങനെയായിരിക്കണം നമ്മുടെ മനസ്സ്. ഒന്ന്, വയ്യ എന്ന് പറയരുത്. 2, ഇല്ല എന്ന് പറയരുത്. എന്തുണ്ടോ ഉള്ളതിനെ നമ്മൾ പങ്കുവയ്ക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. നമുക്ക് ഭാഗവതത്തിൽ രന്തിദേവന്റെ കഥ കാണാം. കഴിക്കാൻ വെച്ചിരിക്കുന്ന ഒരു റൊട്ടി പോലും എടുത്ത് പങ്കുവെക്കുന്ന ഒരു മഹാൻ. ഭാഗവതത്തിലെ 9ാമത്തെ സ്കന്ധത്തിൽ ആ കഥ വരും, രന്തിദേവന്റെ കഥ. അദ്ദേഹത്തിനെ പരീക്ഷിക്കാൻ വേണ്ടി വരികയാണ്. എന്നിട്ടും അദ്ദേഹം തോറ്റുകൊടുത്തില്ലേ, അദ്ദേഹം പങ്കുവെച്ചു എന്നാണ്. അങ്ങനെ നമുക്ക് പങ്കുവെക്കാനുള്ളൊരു മനസ്സുണ്ടാവുക. നമ്മൾ പങ്കുവെക്കും. ആർക്കെന്നറിയോ? പലർക്കും ഒരു സ്വഭാവമുണ്ട്, അവരവരുടെ ആളാണെങ്കിൽ പങ്കുവെക്കും. ഞാൻ പലപ്പോഴും സപ്താഹങ്ങളിലൊക്കെ കാണാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ പാക്കഡ് ആയിരുന്നാലല്ലോ, സ്വന്തം ആളാണ് വരുന്നതെങ്കിൽ കാലമൊക്കെ എങ്ങോട്ടാ പോകുന്ന, കൂർമ്മവും കാനീവ ആമയെ പോലെയൊക്കെ ചുരുങ്ങും. അവരവരുടെ ആളുകൾക്കൊക്കെ സ്ഥലം ഉണ്ടാകും. വേറെ വല്ലവരാ വന്നതെങ്കിൽ കാലമൊക്കെ എങ്ങനെയാ പോകുന്നത് അറിയില്ല. ടിവിയുടെ ആൻറ്റിന പോലെയാണ്, രണ്ട് ഭാഗത്തേക്ക് പോയി. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ പോയി. ഇതൊക്കെയാണ് നമുക്കുള്ള കുഴപ്പങ്ങളൊക്കെ. വേണ്ടാത്തടത്തൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഒരു കുട്ടി വീട്ടിൽ വന്നിട്ട് പറയണം, അച്ഛൻ്റെ മനസ്സുണ്ടല്ലോ, വലിയ മനസ്സ് തന്നെയാണ്. അതെന്താടാ? ഇന്ന് ഞാനും അച്ഛനും ട്രെയിനിൽ പോകുന്ന സമയത്തൊരു അമ്മ വന്നു, മുത്തശ്ശിയമ്മ വന്നു. അപ്പോൾ ആ മുത്തശ്ശിയമ്മ കുറച്ച് ഇരിക്കാൻ സ്ഥലം ചോദിച്ചപ്പോൾ അച്ഛൻ കൊടുത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി വന്നു. അപ്പോഴേക്കും അച്ഛൻ എന്നെ മടിയിൽ പിടിച്ചിരുത്തി ആ ചേച്ചിക്ക് സ്ഥലം കൊടുത്തു വന്നു. എത്ര മനസ്സാ, ദുഷ്ട മനസ്സ്. നോക്കൂ, ഇതാണ് നല്ല മനസ്സായിട്ട് മകൻ കണ്ടിരിക്കുന്നത്. ആ ചേച്ചിക്ക് സ്ഥലം കൊടുത്തതാണ് അത്രേ. ഇങ്ങനെയൊക്കെയുള്ള മനസ്സ് പലർക്കും ഉണ്ട്. ഷെയറിങ് മൈൻഡ്. വേണ്ടാത്തടത്ത് വേണ്ട പോലെ അവർ ഷെയർ ചെയ്യും, വേണ്ടടുത്ത് അവർ ഷെയർ ചെയ്യില്ല എന്ന് മാത്രം. ഇങ്ങനെ നമ്മുടെ മനസ്സിലുള്ള ഈ കുനുറ്റു ബുദ്ധികളൊക്കെ നമ്മൾ മാറ്റിയെടുത്ത്, അപ്പോൾ വയ്യ എന്ന് പറയരുത്, ഇല്ല എന്ന് പറയരുത്. 3ാമത്, കഴിയുന്നത്ര മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയാൻ ആരെ സമ്മതിക്കരുത്. ഒന്നാ തന്നെ നമ്മുടെ ജീവിതത്തിൽ 99% നേരെ ഒരാളുടെ കുറ്റവും കുറവും അത് അസൂയ കൊണ്ട് പറയുകയാണ് നമ്മൾ. Where there is a jealous, then we will tell.
അപ്പം അത് നമ്മൾ പറയാൻ സമ്മതിക്കരുത്. നമ്മുടെ മനസ്സിൽ വളരെ വളരെ നമ്മൾ പിടിച്ചു നിർത്താൻ നമ്മളെ സമ്മതിക്കണം. ഒരു 99% നമുക്ക് സാധ്യമല്ല, 1% എങ്കിലും നമുക്ക് സാധിച്ചുകൂടെ? കുറേയൊക്കെ നമുക്ക് ട്രൈ ചെയ്തുകൂടെ? പ്രായം കൂടുന്തോറും അത് വലിയ പ്രശ്നമാണ്. കാരണം അപ്പോഴേക്കും തുടങ്ങി ഹാർമോണിയം കേ അവൻ ശരിയായില്ല, അവർ ശരിയില്ല, ഇത് ശരിയില്ല. അതാണ് നമ്മൾ മാറ്റിയെടുക്കുക തന്നെ വേണം. ഇപ്പം എന്തൊക്കെയാ പറഞ്ഞത്? തത്ത പോലെ പറയരുതേ. എത്ര വേഗം ബൈ ഹാർട്ട് പഠിച്ചു നിങ്ങൾ. വയ്യാന്ന് പറയരുത്, ഇല്ലയെന്ന് പറയരുത്. കുറ്റം പറയാൻ മനസ്സിനെ സമ്മതിക്കുക, പരിശീലിച്ചെടുക്കുക. കുറേയൊക്കെ നമുക്ക് സാധിക്കുമോ നോക്കുക. ഇറ്റ്സ് എ വെരി ഇമ്പോസിബിൾ പലർക്കും. കാരണം ആ സ്വഭാവത്തിൽ നിന്നല്ലോ പുറത്തു കിടക്കാൻ വലിയ പ്രയാസമാണ്. ഒരാൾ ഭാര്യ എന്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും പറയും അല്ല പട്ടിക്കും കൊടുക്കാൻ പറ്റും. അയാളുടെ നാവെന്ന് അതേ വരില്ലോ. കേട്ട് 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 ഭാര്യയ്ക്ക് മടുത്ത് ഭാര്യ തെറ്റിപ്പിരിഞ്ഞ് പോയി വീട്ടിൽ. ഇദ്ദേഹം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. കൊണ്ടുവന്നു ഒരു കുക്കിനെ, രാമൻ നായരെ കൊണ്ടുവന്നു. രാമൻ നായരൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. സാമ്പാർ ഉണ്ടാക്കി കൊടുത്തു, അവയിലുണ്ടാക്കി, എന്തും ഉണ്ടാക്കി കൊടുത്താലും അവളെപ്പോലെ തന്നെ പട്ടിക്ക് കൊടുക്കാൻ പറ്റുന്നു. ഭാര്യയും കൂടി ചീത്ത പറയും അതിൻ്റെ കൂടെ. ഇങ്ങനെ പറഞ്ഞ് രാമൻ നായർ വളരെയൊക്കെ അയാളെ മാറ്റാൻ നോക്കി, പറ്റണില്ല. ഇദ്ദേഹത്തിൻ്റെ പിറന്നാൾ വന്നു. അന്ന് നല്ല മനസ്സ് വെച്ചിട്ട് നല്ലോണം സാമ്പാറും അവിയലും മോലനും മെരിശ്ശേരിയും പുളിശ്ശേരിയും ഒക്കെ ഉണ്ടാക്കി അവിയിൽ ഓരോന്നോരോന്ന് വിളമ്പി സാമ്പാർ വിളമ്പി കൊടുത്തു. സാർ എങ്ങനെയുണ്ട്? ആട്ടി. പട്ടിക്ക് കൊടുക്കാൻ പറ്റുന്നു. ഉടനെ അയാൾ ചോദിച്ചെന്നാൽ കുറച്ചും കൂടി വിളമ്പട്ടെ എന്ന്. കാരണം നിങ്ങൾ അതിന് ഫിറ്റാണ്. അതിന് ഇനി എന്താ നിങ്ങളോട് പറയാം? ചിലർക്ക് ആ സ്വഭാവത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല. അവരങ്ങനെ മുറുകെ പിടിക്കും, ഞാൻ ചെയ്യുന്ന ശരി, പുറത്തു വരികയില്ല. മാറ്റിയെടുക്കണം. കുറേയൊക്കെ നമ്മളിലൊരു ഫ്ലെക്സിബിലിറ്റി വേണം. ഓവർ ഫ്ലെക്സിബിലിറ്റി വേണമെന്നല്ല ഞാൻ പറയുന്നത്, വേണ്ടടുത്ത്. ഒരു ഹാജിയാരുടെ കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു സ്ഥലത്ത് കഥകളി നടക്കണം. ഈ ഹാജിയാർ വളരെ കഥകളി കമ്പക്കാരനാണ്. ഇത് നിങ്ങളോട് ഞാൻ പറഞ്ഞ കഥയില്ല, വേറെ കഥയാണ്. കാരണം പല കഥകളും നിങ്ങൾക്ക് അറിയാൻ ഞാൻ പറഞ്ഞതാണെന്ന്. ഞാൻ പറയാത്ത കഥയാണത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ചില തലവരികയോ സ്വാമി ഞങ്ങൾക്ക് അറിയാം, നീ പറയണ്ട എന്നുള്ളത്. അപ്പോൾ ഹാജിയാർ കഥകളി കാണാൻ പോയി. അവിടെ ചെന്നു. അപ്പോൾ കഥകളിയിൽ പ്രധാന രംഗം എന്താണെന്ന് വെച്ചാൽ ഈ ചൂതുകളിയും ദുര്യോധനൻ ദുശ്ശാസനന് നിർദ്ദേശം കൊടുക്കുകയാണ്. പാണ്ഡവരൊക്കെ വസ്ത്രങ്ങളൊക്കെ പണയം വെച്ചു, അവരൊക്കെ മരവരി ഉടുത്തിരിക്കുകയാണ്. ഇനി കാട്ടിലേക്ക് പോകണം, അതാണ് രംഗം. കൊണ്ടുപോവാ അവളെ കൊണ്ടുവരാൻ. അങ്ങനെ ദുശ്ശാസനൻ പോവുകയാണ് പാഞ്ചാലിയെ പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ. അങ്ങനെ ദുശ്ശാസനൻ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോൾ പാഞ്ചാലി പറയും, കൊണ്ടുവരരുത്, ഇന്ന് എനിക്ക് പുറത്തു വരാൻ പറ്റാത്ത ദിവസമാണ്, എന്നെ തുടരുത്, എൻ്റെ വസ്ത്രം പിടിക്കരുത് എന്നെ എന്നൊക്കെ പറഞ്ഞ് കുറേ തടുക്കും. പക്ഷെ അതൊന്നും കേൾക്കില്ല. മുടിയും ഒക്കെ വലിച്ചു കൊണ്ടുവന്ന് അങ്ങോട്ട് താഴെ ഇടും. അപ്പോഴേക്കും പാഞ്ചാലി എണീറ്റു എല്ലാവരോടും ചോദിക്കും, എന്നെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? വാസ്തവത്തിൽ പണയം വെക്കപ്പെട്ട എൻ്റെ ഭർത്താവ് പണയം വെക്കപ്പെടാത്ത എന്നെ പണയം വെച്ചത് ധാർമ്മികമായി ശരിയല്ലല്ലോ. പറയൂ മഹാന്മാക്കളെ, ധാർമ്മികരെ, സത്യസന്ധരെ, ഗുരുക്കന്മാരെ, കാരണഭൂതന്മാരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാഞ്ചാലി ഗംഭീര പ്രസംഗമൊക്കെ ചെയ്യും. അപ്പം ഇതൊക്കെ കാണുമ്പോഴല്ലോ ഹാജാരുടെ മനസ്സിനിങ്ങനെ പടയ്ക്കും, ശരിയില്ലല്ലോ ഇവർ ചെയ്യുന്നത്. ഇതൊക്കെ കേട്ട് പാണ്ഡവന്മാർ മിണ്ടാതിരിക്കും. ദുര്യോധനൻ പറയും, ചോദിക്കടി നിന്റെ ഭർത്താവിനോട്, ധർമ്മപുത്രനോട്, അവനല്ലേ ചെയ്തിരിക്കുന്നത് എന്ന്. ആ സമയത്ത് ധർമ്മപുത്രൻ തലതാഴ്ത്തും. പാഞ്ചാലി ആകെ നാണം കെടും. കഷ്ടം, ഇങ്ങനൊരു നാണം കെട്ട ഭർത്താക്കന്മാരായിപ്പോയല്ലോ എനിക്ക് എന്ന്. അപ്പോഴേക്കും ദുര്യോധനൻ നിർദ്ദേശം കൊടുക്കും വസ്ത്രം വലിക്കാൻ. ദുശ്ശാസനൻ വസ്ത്രം അങ്ങോട്ട് വലിക്കുന്ന സമയത്ത് ആചാര്യർക്ക് സഹിക്കില്ല. അദ്ദേഹം ആ സ്റ്റേജിലേക്ക് കയറി ദുശ്ശാസനൻ്റെ കഴുത്ത് പിടിക്കലും പെടക്കലും കഴിഞ്ഞു. എന്നിട്ട് പാഞ്ചാലിക്ക് തൻ്റെ വസ്ത്രം ഊരി കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ മാനം കെടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന്, ഉടുത്തിട്ട് വാന്ന്. ഇനി ഞാൻ കൂടുതലൊന്നും പറയില്ലേ. അപ്പൊ സ്വന്തം വസ്ത്രം പോലും കൊടുത്ത് മറ്റൊരാളുടെ മാനം രക്ഷിക്കാനുള്ള ഒരു മനസ്സും മനുഷ്യരിലുണ്ട് എന്ന് പറയാണ്. അപ്പൊ നന്മയുമുണ്ട്, തിന്മയുണ്ട്. ആ നന്മയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മളൊരു ഉത്കൃഷ്ട വ്യക്തിത്വങ്ങളായി തീരുന്നത്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ബി കോപ്പറേറ്റ് വിത്ത് ദി സിസ്റ്റം. ദ സിസ്റ്റം ഹാസ് നോ അറ്റാച്ച്മെന്റ്, ഇറ്റ് ഹാസ് ഓൺലി എൻ അസോസിയേഷൻ. സോ ഡോണ്ട് ഗോ ബിയോണ്ട് ദാറ്റ്. നിങ്ങൾക്ക് തരാത്ത സ്വാതന്ത്ര്യം നിങ്ങൾ മിസ്യൂസ് ചെയ്യരുത്. ഡോണ്ട് മിസ്യൂസ് ദ ഫ്രീഡം. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് യു ക്യാൻ ഓൺലി അസോസിയേറ്റ്. യു ഹാവ് നോ റൈറ്റ് ടു ഗെറ്റ് അറ്റാച്ച്ഡ് വിത്ത് സംതിങ്. അത് നിങ്ങൾ ചെയ്താൽ യു ആർ ഡിസ്റ്റർബിങ് ദ സിസ്റ്റം. അപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ വേസ്റ്റ് ആക്കുകയാണ്. അപ്പം സ്വാമി, നമ്മുടെ കുട്ടികൾ, നിങ്ങൾക്ക് അസോസിയേഷനെ പറ്റുള്ളൂ. നിങ്ങൾ അതിൽ കൂടുതൽ ഇൻവോൾവ്മെൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആണ്. ഇന്ന് രാവിലെ എനിക്കൊരു ഫോൺ വന്നിരിക്കുന്നത് ബോംബെയിൽ നിന്ന്. അയാൾ വലിയ ഭാഗവത പ്രിയനൊക്കെയാണ്.
പക്ഷെ അദ്ദേഹത്തിൻ്റെ മകളുടെ കുട്ടിക്ക് 6ാമത്തെ മാസമായപ്പോഴേക്കും ക്യാൻസർ കയറി ശരീരത്തിൽ. അതും ലുക്കീമിയ, ബ്ലഡിലാണ് ക്യാൻസർ. അപ്പം ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ബ്ലഡ് മാറ്റിയെടുക്കാൻ തന്നെ ലക്ഷക്കണക്കിന് രൂപ വേണം. അപ്പം അയാൾ വളരെ ഡിസ്റ്റേബ്ഡാണ്. പിന്നെ എന്നോട് ചോദിച്ചു, സ്വാമിജി ഞാൻ ഇത്രയും കാലം ഭാഗവതമൊക്കെ വായിച്ചു, എന്താണ് ഇങ്ങനെയൊക്കെ എന്ന്. അപ്പം ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്. മറ്റൊരാൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ സഹായിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, സമ്മതിച്ചു അതൊക്കെ. പക്ഷേ നമ്മൾ അതിൽ ഒരിക്കലും അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കാൻ പോകരുത്. കാരണം നമ്മൾ അപ്പോഴും തിരിച്ചറിയേണ്ടത് ഈ അസുഖങ്ങളൊക്കെ അവരുടെ ഫിസിക്കൽ ലെവലിൽ മാത്രമേ ഉള്ളൂ. ഏത് ലെവലിലില്ല? മൈൻഡ് ലെവലില്ല. അതാണ് പിടിക്കാൻ നമുക്ക് പ്രയാസം. നമ്മുടെ മകൻ മരിച്ചാലും ഭർത്താവ് മരിച്ചാലും ഭാര്യ മരിച്ചാലും അവർ വിട്ടുപോകുന്നത് കേവലം ഒരു ശരീരം മാത്രമാണ്. മൈൻഡ് എന്ന് പറയുന്ന സാധനം അവർക്ക് വിടാൻ സാധ്യമല്ല. ദ മൈൻഡ് അഗെയിൻ ഹാസ് ടു ടേക്ക് ബർത്ത്. എവിടെയാണ് നമുക്ക് സംശയമുള്ളത്? പുനരഭിജനനം, പുനരഭിമരണം, ഇത് പ്രകൃതിയുടെ നിയമമാണ്. അപ്പൊ ശരീരം മാത്രം വിടുന്നു. ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം നിങ്ങൾ പഠിച്ചാൽ ക്ലിയർ ആണത്. വാസം ശിജീർണാനി